ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്താണ് എല്ലാ കൂട്ടുകാരെ വിശേഷം? നമ്മളും സന്തോഷമായിട്ടിരിക്കണം. പിന്നെ ഇന്നത്തെ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോ ആണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല. നമ്മുടെ ചീരയും പിന്നെ അതുപോലെ പരിപ്പും താളിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ്. ചീര ഒരു സ്പെഷ്യൽ ചീരയാണിത്. കടുക് ചീര എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയണത്. അപ്പോൾ അത് നന്നാക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഓറഞ്ച് പരിപ്പാണ് വേവിച്ചെടുത്തത്. അങ്ങനെ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. ഇവിടെ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് അരിയിലൊന്നുമില്ല കേട്ടോ. ഓൺ ദി സ്പോട്ടിൽ കുക്ക് ചെയ്യുക. അങ്ങനെ അതിൽ പാകത്തിന് ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും മുളക് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൂടുതൽ എടുത്തേക്കണത് ഞാൻ ചമ്മന്തിക്കും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ചെടുത്ത് ചോപ്പറിൽ അടിച്ചതിന് ശേഷം ഞാൻ ചമ്മന്തിക്ക് വേറെ മാറ്റി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും മുളകും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുക. അങ്ങനെ ചട്ടി ചൂടായതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലേശം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ മുളകിൻ്റെയും കൂട്ടങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ. ഉള്ളിയും മുളകും നന്നായിട്ട് ഒരു ക്രിസ്പി പരുവത്തിലൊന്ന് വാടി വരുമ്പോൾ ഞാൻ ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു എരിവ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ചീരന്നുള്ളി അതിനെ പാകാക്കി കഴുകി പിന്നെ അതിനെ അരിഞ്ഞെടുത്തിട്ടൊക്കെ അല്ലേ ഉപ്പേരി ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ പരിപ്പും ചീരയും താളിക്കാന്നൊക്കെ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞ പോലെ നേപ്പാളികളുടെ കൂട്ടത്തിൽ കൂടിയതിന് ശേഷം അവർ ചീരൊന്നും അരിയൊന്നുമില്ല. ഡയറക്റ്റ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് പിന്നെ ആ ചട്ടിയിൽ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടിപ്സ് നിങ്ങളും, അതായത് നമുക്ക് അരിയേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഇതിപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ചേർന്ന് നന്നായിട്ട് വേവ് പാകമായിട്ടുണ്ട്. അതായത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാത്തതുകൊണ്ട് തന്നെ ചിലവർ പരിപ്പും ചീരയും ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് താളിക്കുകയാണ് ചെയ്യുക. ഞാനിതിപ്പോൾ സെപ്പറേറ്റാണ് വേവിച്ചത്. അങ്ങനെ നന്നായിട്ട് ചീരയൊക്കെ പാകമായി വെന്ത് കിട്ടിയ സമയത്ത് ഞാൻ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ട. ഒരു 5 മിനിറ്റ് തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. ഒരു ചെറിയ റെസിപ്പി വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.